ജരാസന്ധന്റെ ജനനത്തെപ്പറ്റിയുള്ള കഥ കേട്ടല്ലോ. ഇനി ബാക്കി ഭാഗം കേട്ടാലോ. ജരാസന്ധന്റെ 2 പെൺമക്കളെ വിവാഹം ചെയ്തത് കംസനായിരുന്നു. കംസവധത്തിനു ശേഷം ജരാസന്ധൻ ശ്രീകൃഷ്ണ ഭഗവാനെ ശത്രുവായി കണ്ടു. അങ്ങനെ 17 തവണ അയാൾ മധുരയെ ആക്രമിക്കുകയും ഭഗവാനാൽ പരാജയപ്പെടുകയും ചെയ്തു. ഒരിക്കൽ പാണ്ഡവർ ഭരണം നടത്തുന്ന സമയം നാരദമുനിയുടെ ഉപദേശപ്രകാരം രാജസൂയയാഗം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ എല്ലാവരോടും ഇക്കാര്യം ചർച്ച ചെയ്ത് അനുകൂല അഭിപ്രായം ലഭിച്ചിട്ടും തൃപ്തിയാകാതെ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് അഭിപ്രായം ആരാഞ്ഞു. എന്നാൽ മഗധ രാജാവായ ജരാസന്ധനെ തോൽപ്പിക്കാതെ രാജസൂയം നടത്താൻ കഴിയില്ല എന്ന് ഭഗവാൻ മറുപടി പറഞ്ഞു. കൂടാതെ അയാൾ തടവിലാക്കി 86 രാജാക്കന്മാരെ മോചിപ്പിക്കുകയും വേണം. 100 പേർ തികഞ്ഞ് ഒരുമിച്ച് ബലി കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ് ജരാസന്ധൻ. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും ഭീമസേനനും ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധനെ ചെന്നു കണ്ടു. ജരാസന്ധൻ അവരെ സ്വീകരിച്ചു. അവരോട് കാര്യം അന്വേഷിച്ചു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭിക്ഷ തരാമെന്ന് വാക്ക് തരണം എന്ന് അവർ പറഞ്ഞു. ബ്രാഹ്മണ വേഷധാരികളെ തിരിച്ചറിഞ്ഞു എങ്കിലും എന്ത് ഭിക്ഷയായാലും തരാൻ തയ്യാറാണെന്ന് അയാൾ മറുപടി പറഞ്ഞു. ഭഗവാന്റെ ഉദ്ദേശം പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി. ഭീമസേനനും ജരാസന്ധനും തമ്മിൽ ഇടഞ്ഞു. ഗദായുദ്ധം ആരംഭിച്ചു. ആർക്കും ജയപരാജയങ്ങൾ പ്രവചിക്കാൻ വയ്യാത്ത വിധം 27 ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി. ജരാസന്ധന്റെ ജനനം പോലെ തന്നെ വിനാശവും വേണമെന്ന് ഭഗവാൻ കണക്കാക്കി. അങ്ങനെ അടുത്ത ദിവസം യുദ്ധസമയത്ത് ഭീമൻ കാണുകെ ഭഗവാൻ ഒരു ഇല വലിച്ചു കീറി 2ആക്കി ദൂരെ കളഞ്ഞു. ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയ ഭീമസേനൻ പെട്ടെന്ന് ഉന്മേഷവാനും ഫലവാനുമായി തീർന്നു. ഭഗവാൻ തന്റെ ചൈതന്യം ഭീമനിൽ ആവാഹിച്ചതായിരുന്നു ഇതിന് കാരണം. ഭീമന്റെ പരാക്രമത്തിനു മുന്നിൽ ജരാസന്ധൻ ദുർബലനായി തീർന്നു. ഭീമൻ ജരാസന്ധന്റെ ഒരു പാദം ഇടതുകാൽ കൊണ്ട് ചവിട്ടിപ്പിടിച്ച് മറ്റേക്കാൽ പിടിച്ചു വലിച്ചു. ജനന സമയം പോലെ തന്നെ ജരാസന്ധൻ 2 പകുതികളായി. അതോടെ ജരാസന്ധൻ ഭീമച്ഛേദിതൻ ആയി കാലപുരിയിലെത്തി.